പക്ഷേ നമ്മുടെ സമൂഹം ഇന്ന് അതിനെയൊക്കെ കടന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രൊഫസർ കുഞ്ഞാമൻ അദ്ദേഹത്തിൻ്റെ എതിരെന്ന് പറയുന്ന ആത്മകഥയിൽ എഴുതുന്നുണ്ട്, കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കണമെങ്കിൽ ദളിതൻ എന്ത് ചെയ്യണം? ഒരു മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും. മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും. ഇത്രയും കാലമായിട്ടൊരു ദളിതൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നിട്ടുണ്ടോ? കേരളത്തിലൊരു ദളിതൻ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടുണ്ടോ? ഇല്ല. സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, എന്തൊക്കെ അക്കാദമികളുണ്ട്, ആ ഏതെങ്കിലും അക്കാദമിയിൽ ഒരു ദളിതൻ അല്ലെങ്കിൽ ഒരു ദളിത വന്നിട്ടുണ്ടോ? വളരെ 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 എണ്ണം കുറവാണ്. ഒരെണ്ണം കാണും. ഒരാൾ കാണും. ഇപ്പോൾ ദളിത് ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്ന് ഒരു ചാക്കോ എന്ന് പറയുന്നത് കോട്ടയത്തു നിന്ന് ഒരു തവണ ജയിച്ചെന്നല്ലാതെ 25 ലക്ഷം വരുന്ന ദളിത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രതിനിധാനം ഇന്നും നിയമസഭയിലില്ല. ദളിത് ക്രിസ്ത്യാനികൾ 25 ലക്ഷമാണ്. സർക്കാർ എടുത്ത കണക്കല്ല കേട്ടോ, അല്ലാതെ അനൗദ്യോഗിക കണക്കാണ്. അപ്പോൾ ദളിത് ക്രിസ്ത്യാനികളുള്ള സമീപനം എന്തുവാ? പട്ടികാതിക്കാരോടെ ഇങ്ങനത്തെ സമീപനം. ദളിത് ക്രിസ്ത്യാനികളോടോ അതിലും ഭീകരമായ ഹിംസയാണ് ദളിത് ക്രിസ്ത്യാനികളോട്.